ഛത്തീസ്ഗഡിൽ അറസ്റ്റായ മലയാളി കന്യാസ്ത്രീകൾക്കെതിരായ കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കി ക്രൈസ്തവ സഭാ നേതൃത്വം. ഇരിങ്ങാലക്കുട രൂപതയുടെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ നടത്തിയ റാലിയിൽ പ്രതിഷേധമിരമ്പി. കള്ളക്കേസിൽ കുടുക്കിയവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ. പ്രൊഫസർ എം കെ സാനുമാഷിന് വിട നൽകി സാംസ്കാരിക കേരളം. എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. കോൺഗ്രസിന്റേത് ജീവൻ മരണ പോരാട്ടമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പാർട്ടി ഫോറത്തിൽ പറയേണ്ട വിമർശനം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നവരെ കോൺഗ്രസിന് വേണ്ടെന്നും KC വേണുഗോപാൽ. UP-യിലെ ബറേലിയിലേക്ക് പരിശീലനത്തിന് പോയി കാണാതായ സൈനികൻ തിരിച്ചെത്തി. താമരയൂർ സ്വദേശി ഫർസിൻ ഗഫൂറാണ് തിരിച്ചെത്തിയത്. മലക്കപ്പാറ വീരൻകുടി ഉന്നതിയിൽ വീണ്ടും പുലിയിറങ്ങി. കഴിഞ്ഞ ദിവസം പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ 4 വയസ്സുകാരുടെ ആരോഗ്യനിലയിൽ പുരോഗതി. തഹസിൽദാരുടെ വാഹനം ആക്രമിച്ച് കാട്ടാന. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. 14 ജില്ലകളിൽ 4 ദിവസം മഴ മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും സാധ്യത. എടക്കടിയൂർ തീരക്കടലിൽ കടൽ വെള്ളത്തിന് ഇളം ചുവപ്പ് നിറം. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകൾക്കെതിരായ കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കി ക്രൈസ്തവ സഭാ നേതൃത്വം. ഛത്തീസ്ഗഡ് സംഭവവുമായി ബന്ധപ്പെട്ട് ഇരിങ്ങാലക്കുട രൂപതയുടെ കീഴിലുള്ള പള്ളികളിൽ ഇടയലേഖനം വായിച്ചു. പാർലമെന്റിന്റെ അകത്തും പുറത്തും പ്രതിഷേധമുണ്ടായിട്ടും കന്യാസ്ത്രീകളുടെ മോചനത്തിൽ കേന്ദ്ര സർക്കാർ, ഛത്തീസ്ഗഡ് സർക്കാർ എന്നിവർ ഇടപെടലുകൾ നടത്തിയിട്ടില്ലെന്ന് നിരാശാജനകമാണെന്ന് ഇടയലേഖനത്തിൽ ചൂണ്ടിക്കാട്ടി. കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കിയതിനെതിരെ നടപടിയെടുക്കണമെന്ന് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ആവശ്യപ്പെട്ടു. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ നടത്തിയ പ്രതിഷേധ സമ്മേളനം മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ റാലി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ ഫ്ളാഗ് ഓഫ് ചെയ്തു. ടൗൺ ഹാളിൽ നടന്ന പ്രതിഷേധ സമ്മേളനത്തിൽ കത്തീഡ്രൽ വികാരി ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റിമാരായ PT ജോർജ്, സാബു ചെറിയാടൻ, തോമസ് തൊകലത്ത്, അഡ്വക്കേറ്റ് MM ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഭാരത സംസ്കാരത്തില് ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത ഇത്തരം സംഭവങ്ങളുടെ ലക്ഷ്യം വളരെ വേദനാജനകമായിട്ടുള്ളത്. ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളുടെ എല്ലാ കേസുകളും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇരിങ്ങാലക്കുട രൂപത ചാലക്കുടിയിൽ പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മതവിശ്വാസവും അനുബന്ധ പ്രവർത്തനങ്ങളും മാത്രമാണ് സന്യാസിനി സമൂഹം ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനെ തടയാൻ ആർക്കും അധികാരമില്ല. ക്രിസ്തുവിന്റെ സഹനശക്തി സഭയ്ക്കും വിശ്വാസികൾക്കുമുണ്ട്. പക്ഷേ അതൊരു ബലഹീനതയായി കാണരുതെന്നും ബിഷപ്പ് പറഞ്ഞു. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ ഫാദർ ജോളി വടക്കൻ, മദർ ജനറൽ ഡോക്ടർ സിസ്റ്റർ ആനി കുര്യാക്കോസ്, ഫാദർ ആന്റണി മുക്കാട്ടുകരക്കാരൻ, ഡോക്ടർ ആൻഡ്രൂസ് ആന്റണി, ഡേവിസ് ഊക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി ഫൊറോന ദേവാലയ പരിസരത്ത് നിന്നും ആരംഭിച്ച റാലിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായ അന്യായമായി ചുമത്തിയ കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എരുമപ്പെട്ടി ഫൊറോന സമുദായ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ റാലിയും സമുദായ ജാഗ്രതാ സദസ്സും സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിക്ക് മുൻപിൽ നിന്നും ആരംഭിച്ച റാലി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ സമാപിച്ചു. ആയിരക്കണക്കിന് വിശ്വാസികൾ പ്രതിഷേധ റാലിയിൽ അണിനിരന്നു. തുടർന്ന് നടന്ന ജാഗ്രതാ സദസ്സ് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. സന്യാസത്തെ ആദരിക്കുന്ന ഒരു ഭാരത സംസ്കാരത്തില് ഈ കന്യാസ്ത്രീ വേഷം വർഗീയതയുടെയും മതപരിവർത്തനത്തിൻ്റെയും മനുഷ്യക്കടത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമായിട്ട് ചിത്രീകരിക്കാൻ ആസൂത്രിതമായിട്ട് പരിശ്രമിക്കുന്നത് ബജ്രംഗദള പോലെയുള്ള തീവ്ര വർഗീയ നിലപാടുള്ളവരാണ് എന്നുള്ളത് വെറും വിരോധാഭാസമല്ല. അത് വളരെ ആസൂത്രിതമായിട്ട് നടക്കുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ അധ്യക്ഷത വഹിച്ചു. കേരള കത്തോലിക്ക ഫെഡറേഷൻ ട്രഷറർ അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം, ജാഗ്രതാ സദസ്സ് ജനറൽ കൺവീനർ KC ഡേവിസ്, സെക്രട്ടറി NV ആന്റണി, പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടകൻ, അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു.
ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയ കേസുകൾ ഉടൻ പിൻവലിക്കണമെന്ന് പാലിയൂർ ഫൊറോന കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെയും കത്തോലിക്ക കോൺഗ്രസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രതിഷേധ യോഗം ആവശ്യപ്പെട്ടു. പാവറട്ടി സെന്ററിൽ നടന്ന പ്രതിഷേധ യോഗം പാലിയൂർ സെന്റ് തോമസ് ആർച്ച് എപ്പിസ്കോപ്പൽ ചർച്ച് ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഡേവിസ് കണ്ണമ്പുഴ ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രം ഡയറക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അധ്യക്ഷത വഹിച്ചു. തോമസ് ചിറമൽ, ജോഷി കൊമ്പൻ, ഒ.ജെ. ഷാജൻ, ഫാദർ ഗ്ലാഡ്രിൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രൊഫസർ എം കെ സാനുമാഷിന് വിട നൽകി സാംസ്കാരിക കേരളം. എറണാകുളം രവിപുരം പൊതുശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ടൗൺഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ ആർ ബിന്ദു, കെ രാജൻ, പി രാജീവ് തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. വർത്തമാനകാല സമൂഹത്തെയും കേരള ചരിത്രത്തെയും തന്റെ പ്രവർത്തനങ്ങൾ, പ്രഭാഷണങ്ങൾ, രചനകൾ എന്നിവ കൊണ്ട് സമ്പന്നമാക്കിയ ഒരു ജീവിതത്തിനാണ് തിരശ്ശീല വീണിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. കോൺഗ്രസിന്റേത് ജീവൻ മരണ പോരാട്ടമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ആരെന്ത് ചെയ്താലും 2026 കേരളം UDF ഭരിക്കുമെന്നും പാർട്ടി വിമർശന മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുന്നവരെ കോൺഗ്രസിന് വേണ്ടെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കമായി തൃശൂരിൽ സംഘടിപ്പിച്ച കോൺഗ്രസ് ലീഡേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വൻ ഗൂഢാലോചന വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കമ്മ്യൂണിസ്റ്റുകാരൻ വിചാരിക്കുന്നത് അവൻ എന്ത് വിധേനയും കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പാടില്ല, ഏത് ചെറുത്താനുമായിട്ട് അവർ കൂട്ടുകൊടുക്കും. ഇവരാരും എത്ര കടന്ന് പരിശ്രമിച്ചാലും 2026 കേരളം ഭരിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ സർക്കാരായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേന്ദ്രത്തിന്റെ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ നീതി നിഷേധിക്കപ്പെടുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കൊപ്പം രാജ്യത്തിന്റെ മതേതരത്വം നിലനിർത്താൻ കോൺഗ്രസ് പോരാടുകയാണ്. അത് 10 വോട്ടിന് വേണ്ടിയുള്ള നിലപാടല്ല. പാവപ്പെട്ട നിരപരാധികളെ ഇല്ലാത്ത കേസിൽ കൊടുത്തി NIA പോലുള്ള ഏജൻസികളെ അന്വേഷിപ്പിച്ച് 9 ദിവസം ജയിലിൽ കടത്തിയിട്ട് അവസാനം രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി അതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ വിടുന്നതിന്റെ ഒരു കുട്ടൻസ്, അത് ഞങ്ങൾ മുഖാന്തരമാണെന്ന് പറഞ്ഞ ആ കുട്ടൻസ് അമിത്ഷായ്ക്ക് മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ BJP മാത്രം. എവിടെ നീതി നിഷേധം ഉണ്ടാകുമ്പോൾ ആ നീതി നിഷേധത്തിനെതിരായി പോരാടുക എന്ന് പറയുന്നത് കോൺഗ്രസുകാരുടെ ജോലിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഏതു വിധേനയും അധികാരം പിടിച്ചെടുക്കാൻ നടത്തുന്ന തിരഞ്ഞെടുപ്പ് കൃത്രിമത്തിനെതിരെയും പാർട്ടി രംഗത്തുണ്ട്. നമ്മൾ 42 നടത്തിയിട്ടുള്ള ക്വിറ്റ് ഇന്ത്യ സമരം പോലെ, അതുപോലെ ഇന്ത്യയിൽ നമ്മൾ നേടിയെടുത്ത ജനാധിപത്യം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള അന്തിമ സമരത്തിന് സമയമായി. അതായിരിക്കും SIR-നെതിരെയുള്ള പോരാട്ടം. കേരളത്തിലും ഇത്തരം കൃത്രിമത്വത്തിന് CPM മുതിർന്നാൽ അത് ദേശീയ നാണക്കേടായി മാറും. ജനങ്ങൾ വെറുക്കപ്പെട്ട ഭരണമാണ് കേരളത്തിലേത്. CPM BJP ഗൂഢാലോചനയുടെ ഫലമാണ് തൃശൂർ പൂരം കലക്കൽ. ന്യൂനതകൾ തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസിനെ കള്ളി വെളിച്ചത്താകും എന്ന് കണ്ടിട്ടാണ് CPM കുറ്റക്കാരനാക്കുന്നത്. ഡോക്ടർക്ക് പൂർണ്ണ പിന്തുണ കോൺഗ്രസ് നൽകും. ഇവിടെ CPM-ഉം പിണറായിയും നിങ്ങളുടെ കള്ളി വെളിച്ചത്താക്കി ഡോക്ടറെ കുറ്റപ്പെടുന്നത് പോലെ കേരളത്തിലെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗവും മെഡിക്കൽ ഡയറക്ടറേറ്റും തകർന്ന് തരിപ്പണമായി സർക്കാർ ആശുപത്രികളെ നിങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി തീർത്ത് കളഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഉയർത്തിയ കാര്യങ്ങൾ ന്യായമാണ്. അദ്ദേഹത്തെ വിരട്ടാനും ഭീഷണിപ്പെടുത്താനും വെല്ലുവിളിക്കാനാണ് തയ്യാറാകുന്നതെങ്കിൽ മിസ്റ്റർ പിണറായി, ഈ കേരളം മൊത്തം ആ ഡോക്ടറുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ബോധ്യപ്പെടും. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പോലും കേരളത്തിൽ തുടർഭരണം വരരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഈ സാഹചര്യത്തിൽ പാർട്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. വിമർശനങ്ങളുണ്ടെങ്കിൽ അത് പാർട്ടി ഫോറത്തിലാണ് പറയേണ്ടത്. അല്ലാതെ എതിരാളികൾക്ക് അവസരം നൽകുന്ന പ്രവൃത്തി ആര് ചെയ്താലും നടപടിയുണ്ടാകുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. നമ്മുടെ ജനാധിപത്യ പാർട്ടിയാണ്, വിമർശിക്കുന്നവരെ സ്വീകരിക്കുന്ന പാർട്ടിയാണ്. ആരെയും വിമർശിക്കും പാർട്ടി ഫോറത്ത്. ഇവിടെ വിമർശിക്കാതെ മാധ്യമങ്ങളെ മുന്നിൽ കലക്കാൻ പോയാൽ അത്തരം കോൺഗ്രസ് നേതാക്കന്മാർ പാർട്ടിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ നമുക്ക് ഒരു മടിയുമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വാർഡ് പ്രസിഡന്റുമാർക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. VK മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മീറ്റിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ, MLA-മാരായ T സിദ്ദിഖ്, റോജി M ജോൺ, നേതാക്കളായ തേറമ്പിൽ രാമകൃഷ്ണൻ, TN പ്രതാപൻ, രമ്യ ഹരിദാസ്, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. UP-യിലെ ബറേലിയിലേക്ക് പരിശീലനത്തിന് പോയി കാണാതായ ഗുരുവായൂർ സ്വദേശിയായ സൈനികൻ വീട്ടിൽ തിരിച്ചെത്തി. താമരയൂർ കൊങ്ങണംവീട്ടിൽ ഫർസീൻ ഗഫൂറാണ് തിരിച്ചെത്തിയത്. ജൂലൈ 10 ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്
റാംനഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിൽ യാത്ര തിരിച്ച ഫർസീൻ രാത്രി 10:30 വരെ ഭാര്യയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. പിന്നീട് ഫോണിൽ കിട്ടിയില്ല. പരിശീലന സ്ഥലത്തും എത്തിയിട്ടില്ലെന്നറിഞ്ഞതോടെ ബന്ധുക്കൾ ബറേലിയിലെത്തി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് അന്വേഷണം നടത്തിവരികയായിരുന്നു. ഭാര്യ സറീന ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജിയും നൽകിയിരുന്നു. ഇതിനിടയിൽ ശനിയാഴ്ച രാത്രിയിലാണ് ഫർസീൻ താമരയൂരിലെ വീട്ടിലെത്തിയത്. ഫർസീൻ പിന്നീട് മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ ചികിത്സ തേടി. പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. ആർമി പൂനെ റെജിമെന്റിൽ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിൽ ഫാർമസിസ്റ്റാണ് ഫർസീൻ. 5 വർഷം മുൻപ് ആർമിയിൽ ചേർന്ന ഫർസീൻ 3 മാസം മുൻപ് നാട്ടിൽ വന്നിരുന്നു. 4 വയസ്സുകാരൻ ആക്രമിക്കപ്പെട്ട മലക്കപ്പാറ വീരാൻകുടി ആദിവാസി ഉന്നതിയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം. പല ദിവസവും പുലിയെ കണ്ടതായി സ്ഥലത്തെത്തിയ ചാലക്കുടി തഹസിൽദാരോട് പ്രദേശവാസികൾ പറഞ്ഞു. മലക്കപ്പാറ റോഡിൽ നിന്നും 7 കിലോമീറ്റർ അകലെ കൊടുങ്കാട്ടിലാണ് വീരാൻകുടി ഉന്നതി സ്ഥിതി ചെയ്യുന്നത്. 7 കുടുംബങ്ങൾ ഉന്നതിയിലുണ്ട്. ഇവരോട് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറാൻ കഴിഞ്ഞ ദിവസം റവന്യൂ ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചുവെങ്കിലും പ്രാവർത്തികമായില്ല. ഇതിനിടയിലാണ് പുലിയുടെ സാന്നിധ്യം ദിവസേന ഉണ്ടാകുന്നത്. പുലിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 4 വയസ്സുകാരന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. 3 ദിവസം കൂടി ICUവിൽ കഴിയേണ്ടിവരുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. വെന്റിലേറ്റർ സഹായമില്ലാതെ കുട്ടിക്ക് ശ്വസിക്കാൻ കഴിയുന്നുണ്ട്. പുലിയുടെ കടിയേറ്റ് തലയിൽ ഗുരുതരമായി പരിക്കേറ്റ 4 വയസ്സുകാരൻ രാഹുലിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. ന്യൂറോ സർജറി വിഭാഗം ICUവിൽ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണിപ്പോൾ കുട്ടി. വെള്ളിയാഴ്ച പുലർച്ചെയാണ് മലക്കപ്പാറ വീരൻകുടി ആദിവാസി ഉന്നതിയിലെ ബേബിയുടെയും രാധികയുടെയും മകനായ രാഹുലിനെ പുലി പിടിച്ചത്. അച്ഛൻ ബേബിയുടെ സംയോജിത ഇടപെടലിനെ തുടർന്നാണ് കുഞ്ഞിനെ രക്ഷിക്കാനായത്. ചാലക്കുടി തഹസിൽദാരുടെ വാഹനം കാട്ടാന ആക്രമിച്ചു. മലക്കപ്പാറയിലെ വീരാൻകുടി ഉന്നതിയിൽ കുട്ടിയെ പുലി പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവത്തെ തുടർന്ന് കുടുംബങ്ങളെ അടിയന്തരമായി പുനരധിവസിപ്പിക്കുന്ന നടപടികൾക്കെത്തി തിരിച്ചുവരുന്ന വഴിയാണ് തഹസിൽദാർ KA ജേക്കബിന്റെ വാഹനത്തെ ആന ആക്രമിച്ചത്. ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. വാഹനം പിന്നിൽ നിന്ന് എടുത്തുയർത്താൻ ശ്രമിച്ച ആന വാഹനം തള്ളി നീക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നീട് കാട്ടിലേക്ക് ഓടിപ്പോയി. കുടുംബങ്ങളുടെ പുനരധിവാസം സംബന്ധിച്ച നടപടികൾക്കായി മലക്കപ്പാറയിൽ പോയ തഹസിൽദാർ അടങ്ങുന്ന ഉദ്യോഗസ്ഥർ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം ഉണ്ടായതും ആശങ്ക പടർത്തി. ഇനിയൊരു ഇടവേള. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. ആടി സെയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. തിരികെ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. മധ്യകേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തൃശൂർ ജില്ലയിൽ തിങ്കളാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ തീരങ്ങളിൽ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. എടക്കഴിയൂർ തീരക്കടലിൽ കടൽ വെള്ളത്തിന് ഇളം ചുവപ്പ് നിറം കണ്ടത് മത്സ്യത്തൊഴിലാളികളിൽ ആശങ്കയും കൗതുകവും ഉണർത്തി. തീരക്കടലിൽ എടക്കഴിയൂർ ബീച്ച്, അഫയൻസ് ബീച്ച് എന്നിവിടങ്ങളിൽ വെള്ളത്തിന് നിറവ്യത്യാസം കാണുകയായിരുന്നു. പദം വന്ന കടൽ തിരകളില്ലാതെ കായൽ പോലെ ശാന്തമായി കിടക്കുകയാണ്. കടലിൽ മീൻ പിടിച്ചിരുന്ന മത്സ്യത്തൊഴിലാളികളും തീരക്കടലിൽ വലവീശി മീൻ പിടിച്ചിരുന്ന തൊഴിലാളികളുമാണ് നിറവ്യത്യാസം കണ്ടത്. 2 കിലോമീറ്ററോളം നീളത്തിലാണ് ഇളം ചുവപ്പ് നിറം ഉള്ളത്. ഇത്തരത്തിൽ ഒരു പ്രതിഭാസം കണ്ടിട്ടില്ലെന്ന് പഴമക്കാർ പറയുന്നു. മഴവെള്ളവും കടൽവെള്ളവും ചേർന്ന് വെള്ളത്തിന് നിറമാറ്റം ഉണ്ടാകുമെന്നും അഭിപ്രായമുണ്ട്. നിറമാറ്റത്തെക്കുറിച്ച് പഠനം നടത്തണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന പ്രൊഫസർ M. മുരളീധരന്റെ 7ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മുരളീധരൻ ഫൗണ്ടേഷൻ സാഹിത്യ അക്കാദമിയിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ദേശാഭിമാനി ചീഫ് എഡിറ്റർ പുത്തലത്ത് ദിനേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മികച്ച കോളേജ് അധ്യാപകർക്ക് നൽകുന്ന പ്രൊഫസർ M. മുരളീധരൻ സ്മാരക പുരസ്കാരം ആലപ്പുഴ സെന്റ് ജോസഫ് കോളേജിലെ ഡോക്ടർ D. ഭാഗ്യയ്ക്ക് സമ്മാനിച്ചു. മാധ്യമപ്രവർത്തകൻ രാമോഹൻ
പാലിയത്ത്, ഫൗണ്ടേഷൻ സെക്രട്ടറി ഡോക്ടർ കെ പ്രദീപ് കുമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി കൃഷ്ണകുമാർ, ഡോക്ടർ ഷീല വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. രാമായണ മാസാചരണം പകുതി പിന്നിട്ടതോടെ തൃപ്രയാർ ക്ഷേത്രത്തിൽ നാലമ്പല ദർശനത്തിന് തിരക്കേറി. വിവിധ ജില്ലകളിൽ നിന്നുള്ള നൂറുകണക്കിന് ഭക്തരാണ് ദർശനത്തിനായി എത്തിയത്. മാസത്തിന്റെ തുടക്കത്തിൽ മഴയുടെ കാഠിന്യം മൂലം വലിയ തിരക്കില്ലായിരുന്നുവെങ്കിലും അവസാന ദിവസങ്ങളിലേക്ക് എത്തും തോറും വലിയ തോതിലാണ് ഭക്തർ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നാലമ്പലത്തിനകത്ത് അശുദ്ധി സംഭവിച്ചതിനാൽ പുണ്യാഹക്രിയകൾ കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിഞ്ഞാണ് നട തുറന്നത്. ചാവക്കാട് കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കെ കടൽ തവളകളുടെ ആക്രമണം. ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യബന്ധന വല കടിച്ചുകീറി നശിപ്പിച്ചു. ചേറ്റുവ ഹാർബറിൽ നിന്ന് മീൻ പിടിക്കാൻ പോയ ചാവക്കാട് തിരുവത്ര കോട്ടപ്പുറം സ്വദേശി UK സുബ്രഹ്മണ്യന്റെ ഉടമസ്ഥതയിലുള്ള UK ബ്രദേഴ്സ് വള്ളത്തിലെ വലകളാണ് കടൽ തവളകൾ നശിപ്പിച്ചത്. 2 വള്ളത്തിലെയും വലകൾ നശിപ്പിച്ചു. 5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉടമ പറഞ്ഞു. കേടായ വലകൾ നന്നാക്കിയെടുക്കാൻ കഴിയില്ലെന്ന് പറയുന്നു. പുതിയ വല വാങ്ങേണ്ട സ്ഥിതിയിലാണ്. വലകൾ നഷ്ടപ്പെട്ടവർക്ക് സഹായം ലഭ്യമാക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സ്ത്രീയെ ശല്യപ്പെടുത്തുകയും അശ്ലീല സന്ദേശങ്ങൾ അയച്ച് മാനഹാനി വരുത്തുകയും ചെയ്ത കേസിലെ പ്രതി അറസ്റ്റിലായി. കണ്ണൂർ കടന്നപ്പള്ളി ചെറുതാഴം സ്വദേശി പരത്തിവീട്ടിൽ വിജേഷ് കുമാറിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിജേഷ് നമ്പൂതിരിപ്പാട് എന്ന ഫേസ്ബുക്ക് അക്കൌണ്ടിലൂടെയും വാട്സാപ്പ് വഴിയും ഇയാൾ കൊടുങ്ങല്ലൂർ സ്വദേശിനിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയായിരുന്നു. കലാപമുണ്ടാക്കാൻ ശ്രമിച്ചതുൾപ്പെടെ 4 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ, സബ് ഇൻസ്പെക്ടർ CM തോമസ്, CPOമാരായ ജനീഷ്, അബീഷ്, ഇബ്രാഹിം എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പൊയ്യ പഞ്ചായത്തിൽ വാതക ശ്മശാനത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. ജനപ്രതിനിധികൾ ഒരുമിച്ച് നിന്നതോടെയാണ് ചട്ടങ്ങളിലെ തടസ്സങ്ങൾ നീക്കി നിർമ്മാണം തുടങ്ങാനായത്. പുളിപ്പറമ്പിലെ 20 സെന്റ് സ്ഥലത്താണ് ആധുനിക രീതിയിലുള്ള ശ്മശാനം നിർമ്മിക്കുന്നത്. വർഷങ്ങളായി നിയമക്കുരുക്കിൽ കിടന്ന സ്ഥലമായിരുന്നു ഇത്. ഭൂമി തരം മാറ്റിയാണ് അന്തിമ അനുമതി നേടിയത്. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസിന്റെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചാണ് നിയമ തടസ്സങ്ങൾ ഓരോന്നായി നീക്കിയത്. സംസ്ഥാനതലത്തിൽ കൃഷിവകുപ്പിന്റെ അനുമതി ലഭിച്ച് 1 വർഷം കഴിഞ്ഞാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും പോലീസിന്റെയും അനുമതി കിട്ടിയത്. പദ്ധതിക്ക് 20 ലക്ഷം രൂപ പഞ്ചായത്ത് മാറ്റിവെച്ചു. കൂടുതൽ ഫണ്ട് അനുവദിക്കാമെന്ന് ബെന്നി ബെഹന്നാൻ MPയും VR സുനിൽകുമാർ MLAയും ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് പ്രസിഡന്റ് ഡെയ്സി തോമസ് അറിയിച്ചു. ബെന്നി ബെഹന്നാൻ MP ശ്മശാനത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ്, വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK കുട്ടൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, മാള. കൊടുങ്ങല്ലൂരിൽ ഉടമയുടെ കൺവെട്ടത്തു നിന്നും പെട്ടി ഓട്ടോറിക്ഷ മോഷ്ടിച്ച ബ്ലാക്ക്മാൻ അറസ്റ്റിൽ. ചാലക്കുടി പരിയാരം മുനിപ്പാറ സ്വദേശി കിഴക്ക് തലവെട്ടിൽ ബ്ലാക്ക്മാൻ എന്നറിയപ്പെടുന്ന നസീറിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പുല്ലൂറ്റ് ഉഴവത്തുകടവ് വടശ്ശേരി വീട്ടിൽ അരുണരാജന്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന പെട്ടി ഓട്ടോറിക്ഷ പട്ടാപ്പകൽ മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. മോഷ്ടിച്ച പെട്ടി ഓട്ടോറിക്ഷ പൊളിച്ചു വിൽക്കുന്നതിനായി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ പാലക്കാട് സൗത്ത് പോലീസ് ഇയാളെ പിടികൂടി കൊടുങ്ങല്ലൂർ പോലീസിന് കൈമാറുകയായിരുന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ദിവാഞ്ചിമുലയിൽ നിന്നും നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് കൊക്കാല സ്വദേശി ഹുസൈനെ തൃശൂർ റേഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. വരും ദിവസങ്ങളിലും പരിശോധന ഊർജിതമാക്കുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. സമൂഹത്തിനു വേണ്ടി നന്മകൾ ചെയ്യുന്നവരാണ് യഥാർത്ഥ മനുഷ്യരെന്നും വിദ്യാർത്ഥികളും സമൂഹത്തിന്റെ നന്മയ്ക്കായി മുന്നിട്ടിറങ്ങണമെന്നും ഷാഫി പറമ്പിൽ MP പറഞ്ഞു. കിഴക്കുമാട്ടുകര ഡിവിഷൻ കൌൺസിലർ ജോൺ ഡാനിയലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പത്മശ്രീ CK മേനോൻ സ്മാരക വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ആദരവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോർപ്പറേഷൻ കൌൺസിലർ ജോൺ ഡാനിയൽ അധ്യക്ഷത വഹിച്ചു. CK മേനോന്റെ മകനും നോർക്ക റൂട്ട്സ് ഡയറക്ടറുമായ JK മേനോൻ പുരസ്കാര വിതരണം നിർവഹിച്ചു. അംഗീകാരങ്ങൾ സമൂഹം നൽകുന്ന പ്രോത്സാഹനമാണെന്നും ഇത് കൂടുതൽ ഉത്സാഹത്തോടെ മുന്നോട്ടു പോകാൻ യുവതലമുറ പ്രചോദനമാകുമെന്നും JK മേനോൻ പറഞ്ഞു. ഡോക്ടർ അനുമേരി, AR രാമചന്ദ്രൻ, ജോബി K കുഞ്ഞാപ്പു, JK മേനോൻ പത്നി ശില്പ മേനോൻ, അനിൽ അറ്റാച്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാര ജേതാവ് ശ്രീജിത്ത് മൂത്തേടത്തിനെ തപസ്യ കലാ സാഹിത്യവേദിയും ദേശീയ അധ്യാപക പരിഷത്തും ചേർന്ന് ആദരിച്ചു. തൃശൂർ പടിഞ്ഞാറച്ചിറ
NSS ഓഡിറ്റോറിയത്തിൽ നടന്ന ആദരം മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. തപസ്യ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ P സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ഷാജു കളപ്പുരയ്ക്കൽ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ PG ഹരിദാസ്, N സ്മിത, K സ്മിത, ഡോക്ടർ പുത്തേഴത്ത് രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റൊരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മുനക്കൽ ബീച്ചിലേക്ക് വരൂ. കടലിന്റെ അഴക് ആസ്വദിക്കാം, ഒപ്പം ആരോഗ്യവും സംരക്ഷിക്കാം. വർഷങ്ങളായി പ്രഭാത സവാരിക്കാരുടെ ഇഷ്ടകേന്ദ്രമാണ് മുനക്കൽ ബീച്ച്. ബീച്ചിൽ എറിയാട് പഞ്ചായത്ത് ഒരുക്കിയിട്ടുള്ള ഓപ്പൺ ജിം ആരോഗ്യത്തോട് ആഭിമുഖ്യമുള്ളവരുടെ ഇഷ്ടകേന്ദ്രമാണിപ്പോൾ. ആരോഗ്യഗ്രാമം പദ്ധതിയുടെ ഭാഗമായി 2024 എറിയാട് പഞ്ചായത്ത് ഇവിടെ ഓപ്പൺ ജിം സ്ഥാപിച്ചത്. ഓപ്പൺ ജിം ആരംഭിച്ചതോടെ കൂടുതൽ പേർ ഇവിടേക്ക് വന്നെത്തി തുടങ്ങി. രാവിലെയും വൈകിട്ടുമായി നിരവധി പേർ വ്യായാമം ചെയ്യാനെത്തുന്നുണ്ട്. ഹോളിഡേയ്സിലും വൈകുന്നേരങ്ങളിലൊക്കെ തന്നെ നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നതാണ്. പ്രായഭേദമന്യേ കുട്ടികളും അല്ലെങ്കിൽ പ്രായമേറിയിട്ടുള്ള ആളുകളൊക്കെ തന്നെയും രാവിലെ നടത്തത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ എത്തിച്ചേരുന്നൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഈ സംവിധാനം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായകരമാവുന്ന രീതിയിലാണ് ഈ ഓപ്പൺ ജിം ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. 10ഓളം ഉപകരണങ്ങളാണ് കടപ്പുറത്തെ ഓപ്പൺ ജിമ്മിൽ സ്ഥാപിച്ചിട്ടുള്ളത്. വയോധികരും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഓപ്പൺ ജിമ്മിന്റെ ഗുണഭോക്താക്കളാണ്. പിന്നെ പുറത്ത് നമ്മൾ ഒരു സ്ഥാപനത്തിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 മുതലുള്ള ഫീസാണ് വാങ്ങുന്നത്. അപ്പോൾ അത് സാധാരണക്കാരെ സംബന്ധിച്ചത് വളരെ വലിയ തുകയാണ്. പക്ഷേ ഇവിടെ സൗജന്യമായിട്ട് നമുക്ക് രാവിലെയൊക്കെ വന്ന് ഏത് സമയത്തായാലും ഇവിടെ അവൈലബിൾ ആണ് ജിം. ഇത് നമ്മളുടെ കൺവീനിയൻസിനനുസരിച്ച് വന്ന് ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. ഇതേ മാതൃകയിൽ പഞ്ചായത്തിൽ മറ്റിടങ്ങളിലും ഓപ്പൺ ജിം തുറന്നിട്ടുണ്ട്. ആരോഗ്യ സംരക്ഷണം ചിലവേറിയ പ്രക്രിയയായി മാറുന്ന കാലത്ത് മുനക്കൽ ബീച്ചിലെ ഓപ്പൺ ജിം നാട്ടുകാർക്ക് ഏറെ ഉപകാരപ്രദമായി മാറുകയാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായി 2ാം വർഷവും സ്വർണ്ണ മെഡൽ നേടാനായതിന്റെ ആഹ്ലാദത്തിൽ സഹോദരങ്ങൾ. മഹാരാഷ്ട്രയിൽ നടന്ന സൗത്ത് സോൺ ബോക്സിംഗിൽ അമൽ മധു സ്വർണ്ണ മെഡൽ നേടിയപ്പോൾ കണ്ണൂരിൽ നടന്ന കേരള സ്റ്റേറ്റ് ബോക്സിംഗിൽ സഹോദരി അമോര മധു 1ാം സ്ഥാനം കരസ്ഥമാക്കി. തുടർച്ചയായി 2ാം വർഷമാണ് ഈ സഹോദരങ്ങളുടെ സ്വർണ്ണ നേട്ടം. പൂങ്കുന്നം സ്വദേശി വെങ്ങാമുക്ക് മധു ലീബ ദമ്പതികളുടെ മക്കളാണിവർ. ഹരിയാനയിൽ നടക്കുന്ന നാഷണൽ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് ഒരുങ്ങുകയാണ് അമൽ മധു. അരോമയാകട്ടെ ഓഗസ്റ്റിൽ UPയിൽ നടക്കുന്ന നാഷണൽ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാൻ അർഹത നേടിയിട്ടുണ്ട്. കുമ്മാട്ടിയുടെ ഇറ്റിലം എന്നറിയപ്പെടുന്ന കിഴക്കമ്പാട്ടുകരയിൽ ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് 40 അടിയോളം വലിപ്പമുള്ള കൂറ്റൻ ഓണാശംസ ബോർഡ്. കിഴക്കമ്പാട്ടുകര വടക്കുമുറി ദേശീയ കുമ്മാട്ടിക്ക് ആശംസകൾ അറിയിച്ചും പുലികൾ, ഓണക്കാഴ്ചകൾ, വാദ്യമേളങ്ങൾ എന്നിവയുടെ ചിത്രങ്ങൾ അവതരിപ്പിച്ചുമാണ് രാജശ്രീ ഫുട്ബോൾ ക്ലബ്ബ് പടുകൂറ്റൻ ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 7-ാം തീയതി മൂന്നോണനാളിലാണ് വടക്കുമുറി കുമ്മാട്ടി. ഉത്രാടം മുതൽ ക്ലബ്ബ് അങ്കണത്തിൽ ഓണക്കളവും കുമ്മാട്ടി മുഖങ്ങളുടെ ചമയവും ഒരുക്കുന്നുണ്ട്.
കണിമംഗലം കോൾ കർഷക സമിതിയുടെ വാർഷിക പൊതുയോഗം ചേർന്നു. നെടുപുഴ വനിതാ പോളിടെക്നിക് ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുയോഗത്തിൽ കുറുക്കഞ്ചേരി കൃഷി ഓഫീസർ ബൈജു ബോബി അധ്യക്ഷത വഹിച്ചു. സമിതി പ്രസിഡന്റ് പി എ പുരുഷോത്തമൻ, സെക്രട്ടറി കെ സുരേഷ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കർഷകനും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ കെ രവീന്ദ്രൻ, മുതിർന്ന കർഷകരായ പി ആർ കുട്ടപ്പൻ, ചെമ്പൂരി ചക്കിപ്പെണ്ണ് എന്നിവരെ ആദരിച്ചു. SNDP യോഗം തൃശൂർ യൂണിയൻ നേതൃയോഗം ചേർന്നു. സ്പൈസസ് ബോർഡ് ചെയർമാൻ സംഗീത വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് IG പ്രസന്നൻ അധ്യക്ഷനായിരുന്നു. M പ്രകാശൻ, AK ഗംഗാധരൻ, മോഹൻ കുന്നത്ത്, TR രഞ്ജു, ഇന്ദിരാദേവി തുടങ്ങിയവർ സംസാരിച്ചു. NGO യൂണിയന്റെ നേതൃത്വത്തിൽ ജില്ലാതല ചെസ്, ക്യാരംസ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഫുട്ബോൾ താരം ജോപോൾ അഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് OP ബിജോയ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PB ഹരിലാൽ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S സജീവ് കുമാർ, സർഗവേദി ജില്ലാ കൺവീനർ P സുനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവമ്പാടി ദേവസ്വത്തിന്റെയും ഭാഗവത യോഗം ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച ഭാഗവത രസിക സ്മൃതിക്ക് സമാപനമായി. മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് സത്രസമർപ്പണം നടത്തി. സമാപനത്തിന് മുന്നോടിയായി നാമപ്രദക്ഷിണം നടന്നു. തൃശൂർ കൗസ്തുഭം ഓഡിറ്റോറിയത്തിൽ നിന്നും ആരംഭിച്ച നാമപ്രദക്ഷിണം യജ്ഞവേദിയിൽ സമാപിച്ചു. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ TA സുന്ദർമേനോൻ, സെക്രട്ടറി K ഗിരീഷ് കുമാർ, ഭാഗവത യോഗം ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി മിഥുനപ്പള്ളി വാസുദേവൻ നമ്പൂതിരി, സത്ര നിർവഹണ സമിതി ചെയർമാൻ TG വെങ്കടനാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ശ്രീ ശങ്കരകുളങ്ങര ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഗജപൂജയും നടന്നു. ക്ഷേത്രം തന്ത്രി പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദേവസ്വം കൊമ്പൻ ശങ്കരകുളങ്ങര ഉദയന് ആദ്യ ഉരുള നൽകി. ആനയൂട്ടിന് തുടക്കം കുറിക്കുകയായിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് പ്രശാന്ത് മറുവഞ്ചേരി, സെക്രട്ടറി രതീഷ് മേനോൻ എന്നിവർ നേതൃത്വം നൽകി. 12 ആനകൾ ഊട്ടിൽ പങ്കെടുത്തു. വീണ്ടും പ്രധാന വാർത്തകൾ. ഛത്തീസ്ഗഡിൽ അറസ്റ്റായ മലയാളി കന്യാസ്ത്രീകൾക്കെതിരായ കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കി ക്രൈസ്തവ സഭാ നേതൃത്വം. ഇരിങ്ങാലക്കുട രൂപതയുടെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ നടത്തിയ റാലിയിൽ പ്രതിഷേധമിരമ്പി. കള്ളക്കേസിൽ കുടുക്കിയവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ. പ്രൊഫസർ MK സാനുമാഷിന് വിട നൽകി സാംസ്കാരിക കേരളം. എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. കോൺഗ്രസിന്റേത് ജീവൻ മരണ പോരാട്ടമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പാർട്ടി ഫോറത്തിൽ പറയേണ്ട വിമർശനം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നവരെ കോൺഗ്രസിന് വേണ്ടെന്നും KC വേണുഗോപാൽ. UP-യിലെ ബറേലിയിലേക്ക് പരിശീലനത്തിന് പോയി കാണാതായ സൈനികൻ തിരിച്ചെത്തി. താമരയൂർ സ്വദേശി ഫർസീൻ ഗഫൂറാണ് തിരിച്ചെത്തിയത്. മലക്കപ്പാറ വീരൻകുടി ഉന്നതിയിൽ വീണ്ടും പുലിയിറങ്ങി. കഴിഞ്ഞ ദിവസം പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ 4 വയസ്സുകാരന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. തഹസിൽദാരുടെ വാഹനം ആക്രമിച്ച് കാട്ടാന. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. 14 ജില്ലകളിൽ 4 ദിവസം മഴ മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും സാധ്യത. എടക്കഴിയൂർ തീരക്കടലിൽ കടൽ വെള്ളത്തിന് ഇളം ചുവപ്പ് നിറം. ഇതോടെ ബുള്ളറ്റിൻ പുറമാകുകയാണ്. നമസ്കാരം.